ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും അമേസിംഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മച്ചാന്മാരെ ഇന്ന് നമ്മുടെ മീൻകൂട്ടന്മാർക്ക് ഫുഡ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു ചൂര മീൻ വാങ്ങിച്ചു. അതിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ കുളത്തിൻ്റെ അടുത്തെത്തി നമ്മൾക്കിനി ഓരോന്ന് വേസ്റ്റ് കൊടുക്കാം. എല്ലാവരും ഒളിച്ചിരിക്കുകയാണ് മച്ചാന്മാരെ. അതാ വന്ന് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുഷിക്കുട്ടന്മാർ നല്ല ആക്റ്റീവാണ്, നല്ല അടിപൊളിയായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട്. എൻ്റെ മോനെ കണ്ട, രണ്ടുപേരും ഓടിച്ചാടി നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല, താഴെ കാണും ആയിരിക്കും. അവിടെ ഇട്ടോട് താരം കാണാനില്ല. നമ്മളിനി മാറി നിൽക്കുമ്പോൾ അവരൊന്ന് ഫുഡ് എടുക്കുമായിരിക്കും. കൊള്ളാമെന്നല്ല, അടിപൊളിയായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല തെളിഞ്ഞ് കിടക്കുന്നു. 2 ദിവസം മുമ്പ് മഴ പെയ്ത് നല്ല വെള്ളം നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് കിടക്കുന്നു. മുഷിക്കുട്ടന്മാർ താഴെ കൂടി ഓടിച്ചാടി നടക്കുന്നു. വാടാ വന്ന് ഫുഡറ മക്കള് വരി. നമ്മൾ താലോലിക്കുമ്പോൾ വിളിച്ചിട്ടും വന്നില്ല മച്ചാമാര്. അവരാദ്യത്തെ ഒരു ആക്റ്റീവായിട്ട് ഫുഡ് എടുത്തതിന് പിന്നെ കാണാനില്ല. നമ്മൾ മാറുമ്പോൾ ഫുഡ് എടുക്കണമല്ലോ. അവർക്ക് വിശക്കുമ്പോൾ വന്ന് കഴിക്കും. വരട്ടെ മച്ചാന്മാരെ, കാണുന്നില്ലല്ലോ ഗൈസ്. മുഷിക്കുട്ടന്മാർ ഒളിച്ച് ഗൈസ് നമ്മളെ കണ്ടപ്പോൾ. അവർക്ക് ഈ സിനിമയിലും മൂവിയിലൊക്കെ അഭിനയിക്കാൻ വലിയ താല്പര്യമില്ല ഗൈസ്. ഈ വീഡിയോയിലൊക്കെ അഭിനയിക്കാൻ മുഷിക്കുട്ടന്മാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ ഒളിച്ചിരിക്കുന്നത്. മക്കള് പാടാ ഇല്ല മച്ചാന്മാരെ, അവരെ കാണാനില്ല. നമ്മുടെ മീനുകളെ കാണാനില്ല. ഒളിച്ചിരിക്കുകയാണ്. കള്ളന്മാർ ഒളിച്ചിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഈ സാധനം. പക്ഷെ ഇട്ടുകൊടുത്തിട്ട് ആരെയും കാണാനില്ല. ഇവന്മാർ ഏത് വഴിക്ക് പോയി? അല്ലെങ്കിൽ ഫുഡ് ഇടുമ്പോൾ ഓടിച്ചാടി വരും. ഇന്ന് കാണാനില്ല. നല്ല വെള്ളം തെളിഞ്ഞിറങ്ങുമ്പോൾ ഇവന്മാർ അടുത്ത് വരൂല. ചേടാ അമ്പട വില്ലന്മാരെ, നമുക്കെല്ലാം തട്ടിക്കൊടുക്കാം. വേണമെങ്കിൽ അവരെന്നെടുത്ത് കഴിക്കും. അപ്പം ടാറ്റാ.